ഇപ്പോൾ മാത്സിൽ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യാം. ഈ അടുത്ത കാലത്ത് നടന്നത് നമുക്ക് അടുത്തൊരു ചോദ്യപേപ്പറിലേക്ക് കടക്കാം. അപ്പോൾ നോക്കുക, ഈ അടുത്ത കാലത്ത് നടന്ന ചോദ്യപേപ്പറുകളൊക്കെ തന്നെ കവർ ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ മാത്സ് മാത്രമല്ല, ഹിസ്റ്ററി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കവർ ചെയ്യും. നമ്മളിന്ന് മാത്സിലെ 20 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്കിവിടെ വന്നിട്ടുള്ള ആദ്യം 5600 ഹരിക്കണം 22 + 5 × 6 - 50 + 5 × 5. ഇവിടെ 50 ഹരിക്കണമാണ് കേട്ടോ, ഞാനത് എഴുതി കൊടുത്ത് തെറ്റിയതാണ്. 50 ഹരിക്കണം എന്നാണ് വന്നിട്ടുള്ളത്, അതൊന്ന് ഓർക്കുക. ചെയ്യുമ്പോൾ ബോർഡ് മാസ് റൂളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ബോർഡ് മാസ് നിങ്ങൾക്കറിയാം, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അതിലിവിടെ ബ്രാക്കറ്റിൽ ക്രിയ ഉണ്ട്. ബ്രാക്കറ്റിലെ ക്രിയ ഏതാണ്? ഇത് മൊത്തം ബ്രാക്കറ്റിലാണ്. പക്ഷേ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. തൊലി പൊളിക്കുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം ആദ്യം നമ്മൾ. അപ്പം 5 × 5 എത്രയാണ്? 25. 5 × 5 25 പിന്നെ ഹരണം ചെയ്യണം. 50 ഹരിക്കണം 25 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ഇത് മൊത്തം നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നോക്കൂ, ഈ 5 × 6 ഹരണം കഴിഞ്ഞാൽ പിന്നെ ഗുണനമാണ് നമ്മൾ ചെയ്യേണ്ടത്. 30 ആണ്. ഇപ്പോൾ എന്തായി മാറിയത്? 5600 ഹരിക്കണം 22 + 30 - 2. 5600 22 30 52 ആണ്. 52 ന്ന് 2 പോയാൽ 50 എന്ന് കിട്ടും. സോ ഇതെന്തായി മാറി? 5600-നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 50 കൊണ്ട് ഹരിച്ചാൽ മതി. 0 0 വെട്ടിപ്പോയാൽ 560/5 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇരട്ടി എടുക്കുക, എന്നിട്ടൊരു 0 വെട്ടിക്കളയുക. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ ഹരിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ 56ൻ്റെ ഇരട്ടി എത്രയാണ്? 112. എന്നിട്ടൊരു 0 വെട്ടിക്കളയാൻ പറഞ്ഞിട്ടുണ്ട്. ആ 0 ഒഴിവാക്കിയാൽ 112 എന്ന ആൻസർ കിട്ടും. ഇവിടെ 112 ഉണ്ട്. സോ ആൻസർ കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 82ാമത്തെ ചോദ്യം. ഇവിടെ m ഹരണം n ഇൻറ്റു q + p - തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ലെറ്ററൊക്കെ വെച്ചിട്ടൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ആ ചിഹ്നങ്ങൾ വെച്ചതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 125. m എന്ന് പറഞ്ഞാൽ ഹരണമാണ്, ഹരിക്കണം 5. q എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, 6. ഇനി അത് കഴിഞ്ഞാൽ n ആണ് വന്നിട്ടുള്ളത്. n എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, 4. അത് കഴിഞ്ഞാൽ p ആണ് വന്നിട്ടുള്ളത്. p എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, 2. ഇവിടെയും ബോർഡ് മാസ് തന്നെയാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്കറിയാം ബ്രാക്കറ്റും ഓഫും ഇല്ലാത്തതുകൊണ്ട് ഡിവിഷനാണ്. 125-നെ 5 കൊണ്ട് ഹരിച്ചു നോക്കൂ, 5 എന്ന് കിട്ടും. ഇനി ഗുണനം വരുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അവിടെ ഗുണിക്കുമ്പോൾ 6 × 4 = 24 - 2. എനിക്കെവിടെ തെറ്റിയിട്ടുണ്ട്. 125 ഹരിക്കണം 5 25 5അല്ല. അപ്പോൾ 25ഉം 24ഉം കൂട്ടിയാൽ 49. 49 ന്ന് 2 പോയാൽ 47 ആണ് ഇവിടെ ആൻസർ വരിക. സിമ്പിളായി ചെയ്തു പോകാൻ പറ്റും അല്ലേ? ബോർഡ് മാസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ മിശ്രസംഖ്യകളുടെ കൂട്ടലാണ്. ഇതിൽ ആദ്യം നിങ്ങൾ ഇതിലെ പൂർണ്ണസംഖ്യാഭാഗം കൂട്ടുക. ഇവിടുത്തെ പൂർണ്ണസംഖ്യാഭാഗം എന്ന് പറയുന്നത് 3ഉം -2ഉമാണ്. അപ്പോൾ അതാദ്യം കൂട്ടുക, 3 - 2. ഇനി ആരാണുള്ളത്? ഇനിയുള്ളത് ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷനിൽ നിങ്ങൾക്കറിയാലോ, അരയും കാലും കൂടി കൂട്ടിയാൽ, വലിയ ബുദ്ധിയൊന്നും വേണ്ട, അരയും കാലും കൂടി കൂട്ടിയാൽ 3/4 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇനി അവിടെ ഒരു 3/4 ഉണ്ട്. ഇനി അത് കൂടാതെ -1/3 ഉണ്ട്. ഈ 3/4 -1/3 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ഇനി 4ഉം ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ മൈനസാണ് ചിഹ്നം, -4 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഛേദങ്ങൾ തമ്മിൽ 4ഉം 3ഉം കൂടി ഗുണിച്ചു. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി. സോ 9 - 4, 9 ന്ന് 4 പോയാൽ 5 ആണ്, 5/12 എന്ന് കിട്ടും അല്ലേ? ഇത്രയും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ, 5/12. ഓക്കെ, ഞാൻ എൻ്റെ തല മറിച്ചു നോക്കിയതാണ്.
നിങ്ങൾക്ക് അവിടെ 5/12 എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ 3 2 പോയാൽ 1 പ്ലസ് ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് 5/12 നോക്കൂ. 1 + 5/12 1 5/12 ഇവിടെ ഉണ്ട്. അത് ക്ലിയറായി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 83 പോയോ? അല്ല, അതന്നെയാണ് 54-നെയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. 1/3-നും 3/5-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഇങ്ങനെ ചോദിച്ചാൽ 1/3 3/5 നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇതിനിടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ഈ 1ഉം 3ഉം കൂടി കൂട്ടുക, അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക, 3ഉം 5ഉം കൂടി കൂട്ടുക. 4/8 എന്ന് പറഞ്ഞാൽ 1 4 4 2 4 8 1/2 ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ഇതിനിടയിലുള്ള സംഖ്യയായിരിക്കും. സിമ്പിളാണല്ലോ. അപ്പോൾ അവിടെ അടുത്തത് നോക്കൂ. 0.2 × 0.3 × 0.3 × 0.004. ഇവിടെ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇതിലെ സംഖ്യകൾ എടുത്താണ്ട് ഗുണിക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ 2 3 6 4 24 എന്ന് കിട്ടും. ഇനി എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക. ഇവിടെയുള്ള ദശാംശ സ്ഥാനം എത്രയാണ്? ഇവിടെ 1 ദശാംശ സ്ഥാനം അല്ലേ? ഇവിടെ 1 ദശാംശ സ്ഥാനം ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. എല്ലാം കൂടി കൂട്ടുമ്പോൾ 1 2 3 6 ദശാംശ സ്ഥാനമുണ്ട്. ഈ 6 ദശാംശ സ്ഥാനം ഇടത്ത് നിന്ന് വലത്തോട്ട് മാറ്റിയിടുക. അപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നു. ഇനി 6 എണ്ണത്തിന് ബാക്കി 4 എണ്ണത്തിന് 0 ഇട്ട് കൊടുക്കുക. 1 2 3 4 0.0024 ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. അടുത്തത് ഇവിടെ നോക്കൂ. വിറ്റ വില 3250 പ്രോഫിറ്റ് 750 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. എപ്പോഴും ആലോചിക്കേണ്ടത് പ്രോഫിറ്റും ലോസും നമ്മൾ CPA അടിസ്ഥാനമാക്കിയാണ് കാണേണ്ടത്. ഡിസ്കൗണ്ട് നമ്മൾ മാർക്കറ്റ് പ്രൈസ് അഥവാ പരസ്യ വിലയെ അടിസ്ഥാനമാക്കിയാണ് കാണേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് CPനെ അടിസ്ഥാനമാക്കി. ഇവിടെ CP തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വിറ്റ വില SP തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് 750 തന്നിട്ടുണ്ട്. നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എന്ന് പറയുന്നത് വിറ്റ വിലയിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചതാണ്. അങ്ങനെ വരുമ്പോൾ 3250 നിന്നും നിങ്ങൾ എന്ത് കുറയ്ക്കണം? 750 കുറയ്ക്കണം. 3250 നിന്ന് 750 കുറച്ചാൽ 2500 അപ്പോൾ നമുക്ക് വിറ്റ വില കിട്ടി. ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ആ പ്രോഫിറ്റ് എടുത്തിടുക. അതിനെ അടിസ്ഥാനമാക്കുന്ന പ്രോഫിറ്റ് ലോസ് അടിസ്ഥാനമാക്കുന്നത് CPനെയാണ്. എന്നിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 750 750 ഡിവൈഡഡ് ബൈ അവിടുത്തെ കോസ്റ്റ് പ്രൈസാണ് എടുക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 2500 ഇൻറ്റു 100. 2 0 2 0 വെട്ടിപ്പോയി. 75 25 3 പ്രാവശ്യം പോവും. അപ്പോൾ 750/25 30 30% എന്ന് കിട്ടും. ആൻസർ C ആണ് അവിടെ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 20 കുട്ടികളുടെ ശരാശരി 75. ഒരു കുട്ടിയുടെ 50-ന് പകരം 60 രേഖപ്പെടുത്തി. ശരിയായ ശരാശരി എത്ര? ഇപ്പോൾ 50 കൊടുക്കേണ്ടത് കുട്ടിയുടെ മാർക്ക്. പക്ഷേ എത്ര കൊടുത്തു? 60 കൊടുത്തു. അപ്പോൾ എത്ര മാർക്കാണ് യഥാർത്ഥത്തിൽ കൂടിക്കൊടുത്തത്? 10 മാർക്ക് കൂട്ടിക്കൊടുത്തു. അപ്പോൾ ആ കുട്ടിയുടെ ശരാശരിയിൽ ആ 10ൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും കൂടിയത്. ഇത് കുറയ്ക്കണം. അപ്പോൾ 60-ന് പകരം 60 അല്ല കൊടുക്കേണ്ടത്, 50 കൊടുക്കേണ്ടത്. അപ്പോൾ 10 കുറയാണ് വേണ്ടത് ഇവിടെ. അപ്പോൾ 10 ശരാശരിയിൽ വെറുതെ 75 10 കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. 20 കുട്ടികളുടെ ശരാശരിയാണ്. അപ്പോൾ ഈ 10 20 കുട്ടികൾക്ക് പോയിട്ടാണ്ട് കുറയും. 10/20 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ 0.5 കുറയണം. ഏതിൽ നിന്ന്? നിലവിലുള്ള ശരാശരിയിൽ നിന്ന്. അപ്പോൾ 75-ൽ നിന്ന് 0.5 കുറഞ്ഞാൽ 74.5. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. കുട്ടികൾ ഓരോരുത്തരും N രൂപ നൽകി. N കുട്ടികളാണ് കേട്ടോ ഇവിടെ. N കുട്ടികൾ N രൂപ നൽകി. N കുട്ടികൾ N രൂപ നൽകി. ആകെ തുക 2401. ഒരു കുട്ടി നൽകിയ തുക എത്ര? ഇപ്പോൾ വളരെ സിമ്പിളാണ്.
എൻ സ്ക്വയർ, എൻ കുട്ടികൾ എൻ തുക നൽകിയാൽ എൻ ഇൻറ്റു എൻ. എൻ സ്ക്വയർ എത്ര തന്നിട്ടുണ്ട്? 2401. അങ്ങനെയാണെങ്കിൽ എൻ എത്രയാണ് വരിക? √2401. അതായത് ഈ ഉത്തരത്തിൽ ഏതിൻ്റെ ഒന്നിൻ്റെ വർഗ്ഗമാണ് 2401? നമുക്കറിയാം 50ൻ്റെ വർഗ്ഗം എത്രയാണ്? 2500 ആണ്. അപ്പോൾ അതിന് താഴെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും 2401. സോ 49 ആവാനാണ് സാധ്യത. 49 സ്ക്വയർ ചെയ്ത് നോക്കൂ. 9 81, 4 9 36, 36ൻ്റെ ഇരട്ടി 72, 72 8 80, ബാലൻസ് വീണ്ടും 8 വന്നു. 4 4 16 8 24, 2401. ഇല്ലെങ്കിൽ 49 × 49 ചെയ്തു നോക്കുക. അപ്പോൾ അവിടെ ഉത്തരം എത്ര കിട്ടി? 49 എന്ന് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 42 മീറ്റർ, 49 മീറ്റർ, 63 മീറ്റർ, ഇതിനൊക്കെ എത്ര തുല്യ നീളത്തിൽ മുറിക്കാമെന്നാണ്. അതായത് 42നെയും 49നെയും 63നെയൊക്കെ തുല്യ കഷ്ണങ്ങളാക്കി മാറ്റണം. തുല്യം എന്ന് പറഞ്ഞാൽ തുല്യ നീളമുള്ള കഷ്ണങ്ങളാക്കി മാറ്റണം. ഇങ്ങനത്തെ കണക്ക് വന്നാൽ നിങ്ങൾ HCF ആണ് കാണേണ്ടത്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ നിങ്ങളിവിടെ HCF കാണാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചോദ്യം ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് ആണല്ലോ, ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 21. 21 42ൽ പോകുമോ? ഫാക്ടർ ആവണം. 42ൻ്റെ ഫാക്ടർ ആവണം. ഇതിൻ്റെ ഒക്കെ കോമൺ ഫാക്ടർ ആവണം. അത് 42ൻ്റെയും 49ൻ്റെയും 63ൻ്റെയും ഫാക്ടർ ആവണം. 42ൻ്റെ ഫാക്ടറാണ് 21. പക്ഷേ 49ൻ്റെ ഫാക്ടർ അല്ല. ഒരു 21 അതിൻ്റെ ഇരട്ടി 42 ആണ്. 3 21 63 ആണ്. എവിടെയും 49 വരുന്നില്ല. അപ്പോൾ 21 ഫാക്ടർ അല്ല. ഇനി അടുത്ത ഹയസ്റ്റ് എടുക്കണം. ഇനി അടുത്ത ഹയസ്റ്റ് 14 ആണ്. 3 14 42 ആണ്. പക്ഷേ 3 14 42 കഴിഞ്ഞാൽ 4 14 56 ആണ്. അപ്പോൾ 14 വരില്ല. പിന്നെ 7 ആണ്. 7ൻ്റെ ഗുണപട്ടികയിലുള്ളതാണ് ഇതൊക്കെ. 6 7 42, 7 7 49, 9 7 63. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലുതിൽ നിന്ന് അത് തെറ്റാണെങ്കിൽ അടുത്ത വലുത് അങ്ങനെ എടുത്താൽ നമുക്ക് 7 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 100 km/h ആണ്. റിട്ടേൺ 600 km/h ആണ്. ശരാശരി വേഗത എത്രയാണെന്നാണ്. അതായത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി. അപ്പോൾ 100 km/h വേഗതയിലാണ് പോയത്. തിരിച്ച് കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്കും വന്നു. 60 km/h. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത തുല്യ ദൂരം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുക. അപ്പം ശരാശരി വേഗത കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടുള്ള ദൂരമാണല്ലോ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്കുള്ള ദൂരം. അപ്പോൾ വ്യത്യസ്ത വേഗത കാണാനുള്ള ഇക്വേഷൻ 2ab/a+b. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇത് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ എയും ബിയും എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വേഗതയാണ്. ഒരു വേഗത 100 ആണ്, ഒരു വേഗത 60 ആണ്. ആ എയ്ക്കും ബിക്കും പകരം ആ വില കൊടുക്കുക. 2 × 100 × 60 എയും ബിയും കൂടി കൂട്ടി 100ഉം 60ഉം കൂടി കൂട്ടിയാൽ 160. 0ഉം 0ഉം വെട്ടിപ്പോകും. ഇനി 16ൽ 2 നിങ്ങൾക്കറിയാം 8 പ്രാവശ്യം പോകും അല്ലേ? ഇനി നോക്കൂ, 6ൽ 8 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. ഇവിടെ 3 പ്രാവശ്യം. ഇനി 100ൽ 4 25 പ്രാവശ്യം. 25 × 3 75. ഗുണിച്ചൊന്നും ഇടണ്ട, അല്ലാതെ തന്നെ സിമ്പിളായിട്ട് കിട്ടും. 75 km/h ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഇത് നിരന്തരം വരുന്നതാണ്. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക നിരന്തരം വരുന്നതാണ്. ഫോർമുല ഓർമ്മയുണ്ടല്ലോ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ. n എണ്ണൽ സംഖ്യകളുടെ തുക. അതിനുള്ള ഫോർമുല n × n+1. ആ സംഖ്യ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഗുണിക്കുക /2. എന്നാൽ അത് ഇരട്ട സംഖ്യയാകുമ്പോൾ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയാകുമ്പോൾ അത് n × n+1 ആണ്. എന്നാൽ അതന്നെ ഒറ്റ സംഖ്യയാകുമ്പോൾ n² ആണ്. ഈ 3 ഫോർമുലയും ഓർത്ത് വയ്ക്കുക. n² ആണ്. അതായത് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1/2 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുക n × n+1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ഒക്കെ ആദ്യത്തെ n കേട്ടോ 1 മുതലുള്ളതാണ്. അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ 2 മുതലുള്ളത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ n എന്ന് പറഞ്ഞാൽ ആ 100 എടുക്കരുത്. എത്ര എണ്ണം ഉണ്ടോ എന്നുള്ളതാണ്. 1നും 100നും ഇടയിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 50 എണ്ണം. 1നും 100നും ഇടയിൽ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ 100 എണ്ണമാണ്. പക്ഷെ 1നും 100നും ഇടയിൽ
ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ചോദിച്ചാൽ അതിൻ്റെ നേരെ പകുതിയാണ് 50 അല്ലേ. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 50. സോ ഇരട്ട സംഖ്യയ്ക്കുള്ള ഫോർമുല നമുക്കറിയാം n × n+1 ആണ്. n എന്ന് പറഞ്ഞാൽ 50. 50 × 51 എത്ര കിട്ടും? 2550 എന്ന് കിട്ടും. ആൻസറായി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒറ്റയാൻ 6 എന്നുള്ളതാണ്. 120, 170, 101, 145. ഇതിൽ 101 പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അഭാജ്യസംഖ്യയും ഭാജ്യസംഖ്യ അറിയാലോ. ആ സംഖ്യയും ഒന്നും മാത്രം ഘടകമുള്ള സംഖ്യേനെയാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സിൽ ഘടകങ്ങളിൽ ആര് മാത്രമേ വരുള്ളൂ? ഒന്നും ആ നമ്പർ ഇറ്റ്സെൽഫും ആ നമ്പർ മാത്രമേ വരുള്ളൂ. ഇവിടെ 101-ന് 2 ഘടകങ്ങളേ ഉള്ളൂ, 1 101. വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്താൽ 101 കിട്ടില്ല. പക്ഷേ 120, 60 2 ഉണ്ട്, 175 10 × 17 അങ്ങനെ പലതും കുടിച്ചാൽ കിട്ടും. 145 നോക്കൂ, 5 ഇതിൻ്റെ ഘടകമാണ്. അങ്ങനെ പലതും ഇതിൻ്റെ ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളവിടെ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറുകൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്, 3 ആണ്, 5, 7, പിന്നെ 9 വരില്ല. 9 3 × 3 വരും, 11, 13, 17 അങ്ങനെ പോവും. ആ പ്രൈം നമ്പറുകൾ ഒന്ന് ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്ലോക്ക് XOLXP. ക്ലോക്ക് XOLXP ആണെങ്കിൽ വാച്ച് എന്താണ് എന്നുള്ളതാണ്. ഇത് എന്താ വെച്ചാൽ ഇവിടെ എടുക്കാൻ പറ്റാവുന്ന ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിന്ന് ഇപ്പോൾ നോക്കൂ ABC, പിന്നിന്ന് എടുക്കുമ്പോൾ ZYX കണ്ടു. ഇവിടെ ഇവിടെ C മൂന്നാമത്തെ പൊസിഷൻ, ഇവിടെ X മൂന്നാമത്തെ പൊസിഷൻ. ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിങ്ങനെ എഴുതി കണ്ടെത്താൻ പറ്റില്ലല്ലോ. അപ്പം അതിന് ഇജോട്ടി ഓർക്കുക. ഇജോട്ടി ഈ നമ്പറുകളുടെ സ്ഥാനമാണ്. E എന്ന് പറയുന്നത് 5-ാം സ്ഥാനത്ത്, J എന്ന് പറയുന്നത് 10-ാം സ്ഥാനത്ത്, O എന്ന് പറയുന്നത് 15-ാം സ്ഥാനത്ത്, T എന്ന് പറയുന്നത് 20-ാം സ്ഥാനത്ത്, Y എന്ന് പറയുന്നത് 25-ാം സ്ഥാനത്ത്. ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇജോട്ടി 5, 10, 15, 20, 25. ഇനി ഇങ്ങനെ, അതായത് മുന്നിന്നുള്ള സ്ഥാനം അതേ സ്ഥാനം തന്നെ പിന്നിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ കൂട്ടിയാൽ നമുക്ക് 27 കിട്ടണം. ഇപ്പം ക്ലോക്ക് എടുത്ത് നോക്കൂ. ക്ലോക്ക് ഇവിടെ XOLXP. ക്ലോക്കിൽ C എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെയാണ്. X എത്രാമത്തെയെന്ന് അറിയാൻ Y 25 ആണ്. Y 25 ആണെങ്കിൽ X 24 ആകുമല്ലോ. 24 3 കൂട്ടിയാൽ എത്രയാണ്? 27. ഇനി നോക്കൂ, J എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ KL ആണ്. J കഴിഞ്ഞാൽ 2 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് 12. ഇനി O എന്ന് പറഞ്ഞാൽ 15 ആണ്. അത് രണ്ടും കൂട്ടിയാൽ 27 ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 27 എന്നാണ് കിട്ടുക. അപ്പം ഇനി നമുക്ക് വാച്ച് വരുമ്പോൾ WATCH വാച്ചിൽ W എത്രാമത്തെ സ്ഥാനമാണ്? WXYZ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം Y കഴിഞ്ഞിട്ട് 2 സ്ഥാനം മുന്നേ ആയതുകൊണ്ട് Y 25 ആയതുകൊണ്ട് W 23 ആണ്. അപ്പോൾ ഇവിടെ വേണ്ടത് 4 ആണ്. ABCD. D 4 ആകുമ്പോൾ 23 4 27. ഇപ്പം എത്ര ആളുണ്ട് അങ്ങനെ വരുന്നത്? ഇപ്പം ഡിയിൽ വെച്ച് തുടങ്ങണ എത്ര പേരുണ്ട്? ഇത് രണ്ടും അല്ല. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷൻ അല്ല എന്ന് ഉറപ്പിക്കാം. ഒന്നിലേക്ക് ഇത്, ഒന്നിലേക്ക് ഇത്. ഇനി H നമുക്കറിയാം. E കഴിഞ്ഞാൽ FGH 8 ആണ്. H 8 ആകുമ്പോൾ ഇവിടെ ആര് വരണം? 19ാമത്തെ ആൾ വരണം. നമുക്കറിയാം T 20 ആണ്. അപ്പോൾ S ആണ് 19ാമത്തെ ആൾ. Hന് പകരം S വേണം. അപ്പോൾ Sൽ അവസാനിക്കണം. സോ ഈ ഓപ്ഷനിലേക്ക് നമ്മൾ ചുരുങ്ങും. DZCXS. ഓക്കെ, അത് രണ്ടെണ്ണം മാച്ചായ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഇല്ലാതായാൽ നിങ്ങൾക്ക് ഉത്തരം അവിടെ ഈസി ആയിട്ട് എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 35 217 63 എത്രയാണ്? നിങ്ങൾ എപ്പോഴും ഈ സംഖ്യകളുടെ സ്ക്വയറും ക്യൂബും അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം 4ൻ്റെ സ്ക്വയർ ചോദിച്ചാൽ അത് 16 ആണെന്നും 4ൻ്റെ ക്യൂബ് ചോദിച്ചാൽ 64 ആണെന്നും നിങ്ങൾക്കറിയണം. ഇതുപോലെ 9 വരെ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പ്രാക്ടീസ് അതെത്തും. അപ്പോൾ ഈ ഇത്തരം പാറ്റേണുകളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കൂ. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 19. 3ൻ്റെ സ്ക്വയർ 9. 3ൻ്റെ ക്യൂബ് എത്രയാണ് വരിക? 27. അതുപോലെ 5ൻ്റെ സ്ക്വയർ 25.
5ൻ്റെ ക്യൂബ് 125, 6ൻ്റെ സ്ക്വയർ 36, 6ൻ്റെ ക്യൂബ് 216, 7ൻ്റെ സ്ക്വയർ 49. ഇതൊക്കെ മനസ്സിലിങ്ങനെ വരണം. പലതവണ നിങ്ങളിതിങ്ങനെ എഴുതി എഴുതി ശീലായാൽ നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ 7 സ്ക്വയർ 49 7 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 7 എന്നൊരു 7 കുറച്ചതാണെന്ന് ഓർത്ത് വെച്ചാലും മതി. അപ്പം 343 എന്ന് കിട്ടും. ഇനി 8 സ്ക്വയർ 64, 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512. ഇതിങ്ങനെ മനസ്സിലുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ 35. ഇത് 6ൻ്റെ സ്ക്വയറിൻ്റെ അടുത്താണല്ലോ, കണ്ടോ, 6 സ്ക്വയറിൻ്റെ അടുത്താണ്. അതിൽ നിന്നൊന്ന് കുറച്ചതാണ്. അപ്പം 217. അയ്യോ കിട്ടിയല്ലോ. ഇത് അതിൻ്റെ 6 ക്യൂബിനോട് ഒന്ന് കൂട്ടിയതാണ്. ഇത് നിങ്ങൾ എത്തും നമ്മുടെ ഈ സീരീസിൻ്റെ ഒപ്പം വരിക. ഇങ്ങനെ പലതവണ ചെയ്തിട്ടാണ് നിങ്ങൾ എത്തുക. ഓക്കെ, ഇനി 63. അപ്പം അതാരാ? അങ്ങനെ വരുമ്പോൾ ഇത് ആരിൻ്റെ ഏത് സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാ? 8 സ്ക്വയറിൽ നിന്ന് കുറച്ചത്. അപ്പോൾ ഇത് 8 ക്യൂബിനോട് ഒന്ന് കൂട്ടിയത്. 8 ക്യൂബ് എത്രയാണ്? 512. 512നോട് ഒന്ന് കൂട്ടിയാൽ എത്രയാണ്? 113. ഇതിലെ വേണമെങ്കിൽ വിഷമമുള്ള ഒരു കണക്ക് എന്ന് പറയാം. ബാക്കിയൊക്കെ നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് മാത്സിലാണ്. 5 വർഷം മുമ്പ്, ഞാൻ ആരുടെ പേരെഴുതാൻ പറഞ്ഞു പോയിട്ടാണ്, രാധയുടെ പ്രായം അതന്നെയാണ് നോക്കണു. രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ്. ഞാൻ എഴുതാനുള്ള എളുപ്പത്തിൽ ചെയ്തതാണ്. രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ്. 3 വർഷം കഴിഞ്ഞ് രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 2 ഇരട്ടിയാണ്. അപ്പം എങ്ങനെയും തന്നിട്ടുണ്ടാവും, ഇങ്ങനെ ഫോർമുലയൊന്നും ആയിട്ടല്ല തന്നിട്ടുണ്ട്. അപ്പം രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 3 ഇരട്ടി, രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിൻ്റെ 2 ഇരട്ടി. എത്ര കൊല്ലം മുമ്പെയാണ്? 5 ഇയർ മുമ്പേ. ഇത് 3 ഇയർ ശേഷം. ഇപ്പോൾ അത് നൗ ആണ്. ഓക്കെ, അപ്പം ഇത് ഓപ്ഷനിലെടുത്ത് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾ ഓപ്ഷനിലെടുത്ത് ചെയ്യാം. ഓപ്ഷനിലെടുത്ത് ചെയ്യാം. ഞാൻ മറ്റൊരു രീതി പറഞ്ഞിരുന്നു, പക്ഷേ പലരും പറയുന്നത് ഓപ്ഷനാണ്. ഓക്കെ, എനിക്ക് മറ്റൊരു രീതിയാണ് ഏറ്റവും എളുപ്പമായി തോന്നാറ്. ഞാൻ പിന്നീട് നിങ്ങൾക്ക് ആവശ്യം കമൻറ്റ് പറഞ്ഞാൽ പറയാം. പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞതാണ്. വലിയ ഇരട്ടിയിൽ നിന്ന് ചെറിയ ഇരട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇക്വേഷൻ ഉണ്ട്. വളരെ പെട്ടെന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 13 തുടങ്ങാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ സീതയുടെ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സീതയുടെ പ്രായം 13 ആണെങ്കിൽ സീതയ്ക്ക് 3 വർഷത്തിന് ശേഷം എത്രയായിരിക്കും പ്രായം? 16. 5 വർഷത്തിന് മുമ്പ് സീതയ്ക്ക് എത്രയായിരിക്കും പ്രായം? 8. 13നോട് 3 കൂട്ടിയാൽ ഇപ്പോൾ നൗ ആണിത്. 3 വർഷത്തിന് ശേഷം 16, 5 വർഷത്തിന് മുമ്പ് 8. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിന് മുമ്പ് രാധയുടെ പ്രായം എത്രയാണ്? 3 ഇരട്ടിയാണ്. അപ്പോൾ രാധയുടെ പ്രായം ഇവിടെ 3 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 3 × 24. ഇനി നോക്കൂ, 3 വർഷത്തിന് ശേഷം രാധയുടെ പ്രായം എത്രയാണ്? സീതയുടെ പ്രായം 16 ആണെങ്കിൽ അന്ന് ഇരട്ടിയാണ്, 32. ഇപ്പം ഇവിടെ കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷേ എത്ര വർഷമാണ് കഴിഞ്ഞതിനിടയിൽ? 5 വർഷം 3 വർഷവും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 8 വർഷമാണ്. ആ 8 വർഷത്തെ ഗ്യാപ്പ് കറക്റ്റ് അല്ലേ? നോക്കൂ, ആണ്. 24നോട് 8 കൂട്ടിയാൽ 32 ആണ്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇത് 13 ആണ്. ഇനി 13 അല്ലെങ്കിൽ അടുത്ത 12 എടുക്കുക. ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും ബോർഡ് മാസ് തന്നെ വന്നു. അപ്പോൾ ബോർഡ് മാസിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഓഫ് കഴിഞ്ഞാൽ ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ. ബോർഡ് മാസിന് മാത്രം 3 ചോദ്യമാണ് വന്നത്. ബോർഡ് മാസ് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ എത്രയാ? 9 ഹരിക്കണം 2 എത്രയാ? 4.5. 9ൻ്റെ പകുതി. ഇനി 4.5 × 4 4.5. 2 4.5 ചേർന്നാൽ 9 ആണ്. അപ്പം 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ൻ്റെ ഇരട്ടി 18 ആണ്. സോ ഇത് മൊത്തം നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് കിട്ടി. ഇനി ഇവിടെ ബ്രാക്കറ്റിലുള്ള ക്രിയ ചെയ്യുമ്പോൾ 14 ഹരിക്കണം 2 7 ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. പക്ഷേ ഈ പ്ലസും മൈനസും വന്നാൽ ഇത് ബ്രാക്കറ്റിന് പുറത്താണെങ്കിൽ അത് 2 ടേമായിട്ട് മാറി. 14 ഹരിക്കണം 2 7. ഇനി 7നോട് എന്ത് കൂട്ടണം? 3 കൂട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം എത്ത് കിട്ടി? 10 എന്ന് കിട്ടി. 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഈ ടേം 30 എന്ന് കിട്ടി. ഇവിടെ 18 എന്നും കിട്ടി. 18 30 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 48 എന്ന് കിട്ടും. സോ സിമ്പിൾ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എ ഈസ് ബീസ് ബ്രദർ. എ ബിയുടെ സഹോദരനാണ്.
ഈ സഹോദരന്മാരെയും സഹോദരിമാര് ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ ഒരൊറ്റ ജനറേഷനായിട്ട് കണക്കാക്കുക. അവരെ ഒരേ നിരയിൽ എഴുതുക. എ ഈസ് ബീസ് ബ്രദർ. ഇപ്പം എയുടെ അടുത്ത് ബീനെ നിർത്തുക, മുകളിലേക്കോ താഴത്തേക്കോ കയറ്റരുത്. എ ബിയുടെ ബ്രദറാണ്. അപ്പം എ ആണ് സഹോദരൻ. അപ്പം എയുടെ ജെൻഡർ നമുക്ക് കിട്ടി. എ എന്ന് പറഞ്ഞാൽ മെയിലാണ്. ബി എന്താണെന്ന് നമുക്കറിയില്ല. ബിയുടെ സഹോദരനാണ് എ. ബി ആണാവാം പെണ്ണാവാം. ഇനി അടുത്തത് ബി ഈ സീസ് ഡോട്ടർ. ബി എന്ന് പറയുന്നത് സിയുടെ മകളാണ്. ബി ഈ സീസ് ഡോട്ടർ. അപ്പം മകൾ എന്ന് വന്നപ്പോൾ ഇത് ഫീമെയിലുമായി. ഇനി നോക്കൂ, സി ഈസ് ദി സൺ. സി എന്ന് പറഞ്ഞാൽ ഡിയുടെ സണ്ണാണ്. സൺ എന്ന് പറഞ്ഞാൽ അതും മെയിലായി. നോക്കൂ, സി ഈസ് ദി സൺ. അപ്പം ഈ അച്ഛന്മാരേനെയൊക്കെ മോളിക്ക് കയറ്റി കൊണ്ടുപോവുക. ഓക്കെ, ഒരു തലമുറേനെ മോളിക്ക് കയറ്റി കൊണ്ടുപോവുക. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഡിയും എയും തമ്മിലുള്ള ബന്ധമാണ്. എത്ര തലമുറ കഴിഞ്ഞു? 2 തലമുറ മുകളിലാണ്. അതായത് അച്ഛൻ്റെ അച്ഛനോ അച്ഛൻ്റെ അമ്മയോ ആയിരിക്കും, അച്ഛമ്മയോ മുത്തശ്ശനോ ആയിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അച്ഛമ്മ അച്ഛൻ. ഇവിടെ മദറായതുകൊണ്ട് മദറായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അമ്മയുടെ അച്ഛനോ അമ്മയുടെ അമ്മയോ. അപ്പം അമ്മയുടെ അച്ഛനെ മുത്തശ്ശൻ എന്ന് വിളിക്കാം. സോ ഇവിടെ മുത്തശ്ശനോ അമ്മമ്മയാണ് വരിക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കാരണം 2 ജനറേഷന് മുമ്പ്. ഇത് വരില്ല, ഇതൊരു ജനറേഷൻ മുമ്പെയാണ്. ഇത് വരില്ല, ഇത് അതേ ജനറേഷനാണ്. ഇത് വരില്ല, ഇത് താഴെയുള്ള ജനറേഷനാണ്. അതുകൊണ്ട് ഇവിടെ 2 ജനറേഷൻ മുന്നേയുള്ള മുത്തശ്ശൻ എന്നുള്ള ഒറ്റ ഓപ്ഷനേ നിൽക്കുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. 35 കുട്ടികൾ നിരയിൽ നിൽക്കുന്നു. പിന്നിൽ നിന്ന് 16. എ മുന്നിൽ നിന്ന് 16 സ്ഥാനം. അങ്ങനെ കൂട്ടിക്കോളും. എ മുന്നിൽ നിന്ന് 16 സ്ഥാനം. അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്നുള്ള സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. മുന്നിൽ നിന്നുള്ള സ്ഥാനം ചോദിച്ചിട്ട് പിന്നിൽ നിന്നുള്ള സ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ ഇത്രേ ചെയ്യുള്ളൂ. ഓക്കെ, എത്ര കുട്ടികളുടെ നോക്കുക? 35. അതിനോട് 1 കൂട്ടുക, എന്നിട്ട് മുന്നിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക. അപ്പം 36 16 പോയാൽ 20ാം സ്ഥാനത്താണ്. നിരന്തരമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സൗത്ത് 100 മീറ്റർ. ആദ്യം സൗത്തിലേക്ക് 100 മീറ്റർ പോയി. ആദ്യം എവിടേക്കാണ് പോയത്? എപ്പോഴും ഓർക്കുക, ഇതാണ് സൗത്ത്, അല്ല ഇതാണ് നോർത്ത്. ഇത് ഏതാണ്? സൗത്താണ്. ഇതാണ് ഈസ്റ്റ്. ഓർത്തിരിക്കുക. അപ്പോൾ പിന്നെ ഇത് വെസ്റ്റ് കേട്ടോ. മുകളിൽ എപ്പോഴും നോർത്താണ്, താഴെ തെക്ക്. മരിച്ചാൽ തെക്കോട്ട് പോയി എന്നല്ലേ പറയാം. മരിച്ചാൽ നമ്മൾ മണ്ണിലേക്കല്ലേ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അങ്ങനെ തെക്ക് നോർത്ത് വെച്ചാൽ മതി. അപ്പോൾ സൗത്ത് തെക്കാണ്, താഴെ തെക്കാണ്. അപ്പോൾ ആദ്യം സൗത്തിലേക്ക് 100 മീറ്റർ പോയി. ആദ്യം മൂപ്പര് പോയത് സൗത്തിലേക്ക് 100 മീറ്റർ പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇനി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. എപ്പോഴും ഒരു സൂചി, ക്ലോക്കിൻ്റെ സൂചിയായിട്ട് കണക്കാക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ സൂചി ഇങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസും ആണ്. അപ്പോൾ സൂചി ഇങ്ങോട്ടാ പോവുക, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങോട്ട് പോയി. അത് എത്ര പോയിട്ടുണ്ട്? അത് പോയിട്ടുള്ളത് 200 മീറ്ററാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് റൈറ്റിലേക്ക്, ഇനി അവിടെ റൈറ്റിലേക്ക് പോയി. വീണ്ടും റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സൂചി എന്താണ്? ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ സൂചി ഇങ്ങോട്ടല്ലേ തിരിയുക. അതുകൊണ്ട് തന്നെ ഇവിടെ റൈറ്റിലേക്ക് 300 മീറ്റർ പോയി. പിന്നീട് റൈറ്റിലേക്ക് 300 മീറ്റർ. ഞാൻ ശരിക്കും പ്രൊപ്പോർഷനായിട്ടായിട്ട് എടുക്കണം കേട്ടോ, ഏകദേശം. അപ്പോഴേ നിങ്ങളുടെ ചിത്രം ശരിക്കും ചിലപ്പോൾ ശരിയാവുള്ളൂ. ഇനി വീണ്ടും റൈറ്റിലേക്ക് 200 മീറ്റർ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. ഈ 200 മീറ്ററിൻ്റെ പുറത്തേക്ക് തന്നെ 200 മീറ്റർ വന്നു. സോ ആളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് അവസാനം. അപ്പോൾ മൊത്തം ദൂരം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം, ഇത് 100 ആണ്. ഇത് ഇവിടെ 300 ആയതുകൊണ്ട് ഇവിടെ 300. ഈ 300 100 കൂട്ടിയാൽ 400. എവിടേക്കാണ് ഡയറക്ഷൻ? സൗത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 400 മീറ്റർ സൗത്ത് എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ T5 ആണ്. ഒരു എ പിയിലാണ് കേട്ടോ. AP സമാന്തര ശ്രേണി. ഒരു AP യിൽ
അഞ്ചാമത്തെ പദത്തിൻ്റെ ഇങ്ങനെയാണ് ആ ചോദ്യം. അഞ്ചാമത്തെ പദത്തിൻ്റെ 5 ഇരട്ടി ഒമ്പതാമത്തെ പദത്തിൻ്റെ 9 ഇരട്ടിക്ക് തുല്യമാണ്. അതായത് പറഞ്ഞിട്ടുള്ളത് ഒരു എ പി, ആ എ പിയിലെ അഞ്ചാമത്തെ പദം ടേം 5 അതിൻ്റെ 5 ഇരട്ടി ഒമ്പതാമത്തെ പദത്തിൻ്റെ 9 ഇരട്ടിക്ക് തുല്യമാണ്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താ? ചോദിച്ചിട്ടുള്ളത് 14ാമത്തെ പദം. ചോദിച്ചിട്ടുള്ളത് 14ാമത്തെ പദം. ഇപ്പോൾ എ പിയിലെ പദങ്ങൾ അറിയാൻ ഒരു എ പി സിമ്പിളാണ്. ഇവിടെ തന്നിട്ടുള്ളത് അഞ്ചാമത്തെ പദത്തിൻ്റെ 5 ഇരട്ടി സമം ഒൻപതാമത്തെ പദത്തിൻ്റെ 9 ഇരട്ടി. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് 14ാമത്തെ പദം. ഇപ്പോൾ ഒരു എ പിയിലെ എണ്ണാം പദം അറിയാൻ, എണ്ണാം പദം അതായത് ടി എൻ കിട്ടാൻ നമ്മൾ ആദ്യ പദം എ ആണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണോ അത്. അങ്ങനെ നോക്കുമ്പോൾ T5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എ പ്ലസ് 5 1 കുറച്ച 4D. ഒമ്പതാമത്തെ പദം 9 ഇൻറ്റു ഈ T9 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 9 1 കുറച്ച 8D. ഡി എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ഡിഫറൻസ്. ഇനി 14ാമത്തെ പദമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എ പ്ലസ് 13D ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് കിട്ടിയ ഫോർമുല വെച്ച് ചെയ്യാം, ഞങ്ങൾ ഞെട്ടിയിരിക്കേണ്ട. 5 ഇൻറ്റു എ എത്രയാണ്? 5A. 5 ഇൻറ്റു 4D എത്രയാണ്? 20D. 9 ഇൻറ്റു എ എത്രയാണ്? 9A. 9 ഇൻറ്റു 8D എത്രയാണ്? 72D. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എല്ലാ പദങ്ങളെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 5Aനെയും 20Dനെയും കംപ്ലീറ്റ് അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 0 കിട്ടിയില്ല, ഇവിടെ ഞാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ 9Aയിൽ നിന്ന് പിന്നെ ഞാൻ 5A കുറയണം അല്ലേ? 9A മൈനസ് 5A. അതുപോലെ തന്നെ 72Dയിൽ നിന്ന് 20D കുറയണം. അപ്പോൾ നമുക്കിവിടെ 9Aയിൽ നിന്ന് 5A പോയാൽ 4A, 72Dയിൽ നിന്ന് 20D പോയാൽ 52D സമം 0. ഇനി ഇതിനെ മുഴുവൻ നമുക്ക്, ഈ ഇക്വേഷനെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിക്കാം. 0 കൊണ്ട് 4നെ ഹരിച്ചാൽ 0 തന്നെ. ഇവിടെ എ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 4 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് 52നെ 4 കൊണ്ട് ഹരിച്ചാൽ 13D. ഇപ്പോൾ നോക്കൂ, എ പ്ലസ് 13D എന്ന് പറഞ്ഞാൽ അതല്ലേ 14ാമത്തെ പദം. അപ്പോൾ 14ാമത്തെ പദം എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. 14ാമത്തെ പദം എത്രയാണ് വരുന്നത്? 0. ഓപ്ഷനിൽ 0 ഉണ്ടോ നോക്കാം. ഓപ്ഷനിൽ 0 ഇല്ല, അതുകൊണ്ട് ആൻസർ ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഇതിന്നൊക്കെയുള്ള എക്സാമുകൾ, ഓൺലൈൻ എക്സാമുകൾ, ഇതിൻ്റെ PDF നോട്ട്, വിശദമായ ഷോർട്ട് ടെക്നിക്സുള്ള വിശദമായ നോട്ട്, അത് കൂടാതെ ഇതിൻ്റെ PDF എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ഓരോ പ്രത്യേക മൈന്യൂട്ട് ടോപ്പിക് കൊടുത്തിട്ട് ഓരോ ദിവസം ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. ആ ലേണിംഗ് പ്ലാനിൽ നിങ്ങൾക്ക് ചേരാം. അപ്പോൾ ആ ലേണിംഗ് പ്ലാനിൽ ചേരാൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. വീഡിയോ ക്ലാസ്, PDF, എക്സാം. അപ്പം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എക്സാം ചെയ്യാം. ഇനി അത് കൂടാതെ നമുക്ക് പെയ്ഡ് കോഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് കൂടി ഞാൻ പറയാം. 2027 നിങ്ങൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പുതിയ ബാച്ചിൽ ചേരൂ. 8075963937 എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോഴ്സിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ പേ ചെയ്തും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്യുക. 2027 സർക്കാർ ജോലി സാധ്യമാണ്. നോട്ടിഫിക്കേഷന് മുന്നേ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.